Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. ഇന്നത്തെ കഥയുടെ തലക്കെട്ട് ദ ഗാർഡിനർ ആൻഡ് ദ ഡിയർ. ഗാർഡിനർ എന്നാൽ പൂന്തോട്ടക്കാരൻ, പൂന്തോട്ടക്കാരനും മാനും. ഈ കഥയിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും പുതിയ വാക്കുകളോ പുതിയ പ്രയോഗങ്ങളോ പഠിക്കാനായിട്ട് സാധിക്കും. എ ലോങ് ടൈം എഗോ, ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ്, എ ഗാർഡിനർ നെയിംഡ് ആദം വർക്ക്ഡ് ഇൻ ദ പാലസ് ഗാർഡൻ ഓഫ് ദ കിങ്. എ ഗാർഡിനർ, ഒരു പൂന്തോട്ടക്കാരൻ, നെയിംഡ് ആദം, ആദം എന്ന പേരുള്ള ഒരു പൂന്തോട്ടക്കാരൻ, വർക്ക്ഡ്, ജോലി ചെയ്തിരുന്നു, ഇൻ ദ പാലസ് ഗാർഡൻ ഓഫ് ദ കിങ്, രാജാവിൻ്റെ കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിൽ ജോലി ചെയ്തിരുന്നു ആദം എന്നു പേരുള്ള ഒരു പൂന്തോട്ടക്കാരൻ. എ ഡിയർ യൂസ് ടു കം ദർ ഡെയിലി ടു ഗ്രേസ് ഇൻ ദ പാലസ് ഗാർഡൻ. എ ഡിയർ, ഒരു മാൻ, യൂസ് ടു കം, യൂസ്ഡ് ടു എന്നാണ് എഴുതുക, യൂസ് ടു എന്നാണ് വായിക്കുക. ഓക്കെ, എ ഡിയർ യൂസ് ടു കം, ഒരു മാൻ വരാറുണ്ടായിരുന്നു, ദർ അവിടേക്ക്, ഡെയിലി എല്ലാ ദിവസവും. ടു ഗ്രേസ്, ഗ്രേസ് എന്നാൽ മേയുക എന്നുള്ള അർത്ഥമാണ്, പുല്ല് തിന്നുക എന്നുള്ള അർത്ഥമാണ്. ടു ഗ്രേസ്, പുല്ലു തിന്നാൻ വേണ്ടി, ഇൻ ദ പാലസ് ഗാർഡൻ, ആ കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിലേക്ക് എല്ലാ ദിവസവും ഒരു മാൻ വരാറുണ്ടായിരുന്നു. ആദം ഹാഡ് സീൻ ദ ഡിയർ ഗ്രേസിംഗ് മെനി ടൈംസ് ബട്ട് ഹി നെവർ ഡിസ്റ്റർബ്ഡ് ഹിം. ആദം ഹാഡ് സീൻ ദ ഡിയർ, ആദം കണ്ടിട്ടുണ്ടായിരുന്നു, ഹാഡ് സീൻ എന്നാൽ കണ്ടിട്ടുണ്ടായിരുന്നു, ദ ഡിയർ ആ മാനിനെ, ഗ്രേസിംഗ് പുല്ല് തിന്നുന്നതായിട്ട്, അവിടെ മേയുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു, മെനി ടൈംസ് ഒരുപാട് പ്രാവശ്യം ആ മാൻ അവിടെ മേയുന്നതായിട്ട് ആദം കണ്ടിട്ടുണ്ടായിരുന്നു. ബട്ട് പക്ഷേ, ഹി നെവർ ഡിസ്റ്റർബ്ഡ്, അദ്ദേഹം ഒരിക്കലും ശല്യപ്പെടുത്തിയിരുന്നില്ല, ഹിം അവനെ, ആ മാനിനെ അദ്ദേഹം ഒരിക്കലും ശല്യപ്പെടുത്തിയിരുന്നില്ല. ദ ഡിയർ ഓൾസോ ബിക്കെയിം അക്കസ്റ്റംഡ് ടു സീയിങ് ആദം ആൻഡ് ഗ്രാജുവലി ബിക്കെയിം ഫിയർലെസ് ഓഫ് ഹിം. ദ ഡിയർ ഓൾസോ ബിക്കെയിം, മാനും ആയിത്തീർന്നു, ബിക്കെയിം എന്നാൽ ആയിത്തീർന്നു. ദ ഡിയർ ഓൾസോ ബിക്കെയിം, മാനും ആയിത്തീർന്നു. അക്കസ്റ്റം ടു എന്നാൽ ശീലമാകുക എന്നുള്ള അർത്ഥമാണ് ഇവിടെ. അക്കസ്റ്റം ടു സീയിങ് ആദം, ആദമിനെ കണ്ട് ശീലമായി ആ മാനിനും. ആൻഡ് ഗ്രാജുവലി എന്നാൽ ക്രമേണ, ബിക്കെയിം ആയിത്തീർന്നു, ഫിയർലെസ് ഓഫ് ഹിം, ഫിയർലെസ് എന്നാൽ ഭയമില്ലാത്ത എന്നുള്ള അർത്ഥമാണ്, ഹിം എന്നാൽ അദ്ദേഹത്തെ. അങ്ങനെ ക്രമേണ ആ മാൻ അദ്ദേഹത്തെ കണ്ട് ശീലമായിട്ട് അദ്ദേഹത്തെ ഭയമില്ലാതായി തീർന്നു. വൺ ഡേ, ഒരു ദിവസം, വെൻ ആദം വാസ് പുട്ടിംഗ് ഫ്രഷ് ഫ്ലവേഴ്സ് ഇൻ ദ കിങ്സ് ചേംബർ. വെൻ ആ സമയത്ത്, ആദം വാസ് പുട്ടിംഗ് ഫ്രഷ് ഫ്ലവേഴ്സ് എന്താണ്, ഫ്രഷായിട്ടുള്ള പുഷ്പങ്ങൾ ആദം ഒരു ദിവസം വയ്ക്കുകയായിരുന്നു, ഇൻ ദ കിങ്സ് ചേംബർ, രാജാവിൻ്റെ, ചേംബർ എന്നാൽ സ്വകാര്യ മുറി, രാജാവിൻ്റെ സ്വകാര്യ മുറിയിൽ ആദം ഒരു ദിവസം ഫ്രഷ് പുഷ്പങ്ങൾ, പുതിയ പുഷ്പങ്ങൾ വയ്ക്കുകയായിരുന്നു. ദ കിങ് ആസ്ക്ഡ്, രാജാവ് ചോദിച്ചു. ആദവിനെ രാജാവ് വിളിക്കുകയാണ്. ഐ ഹാവ് ഹേർഡ്, ഞാൻ കേട്ടിട്ടുണ്ട്, ദാറ്റ് എ ഡിയർ കംസ് ടു ഗ്രേസ്, ഒരു മാൻ വരുന്നുണ്ട്, ഇൻ ദ പാലസ് ഗാർഡൻ, കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിലേക്ക് ഒരു മാൻ വരുന്നുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഐ ഹാവ് ഹേർഡ് എന്നാൽ കേട്ടിട്ടുണ്ട്. ടു ഗ്രേസ് എന്തിന്, മേയാൻ വേണ്ടിയിട്ട്, പുല്ല് മേയാൻ വേണ്ടിയിട്ട് കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിലേക്ക് ഒരു മാൻ വരുന്നുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈസ് ദിസ് ട്രൂ, ഇത് സത്യമാണോ? യെസ്, അതെ, യുവർ ഹൈനസ്, ഹൈനസ് എന്നാൽ രാജാവിനെ ബഹുമാനിച്ച് വിളിക്കുകയാണ്. ഇറ്റ് ഈസ് ട്രൂ, അതെ, അത് സത്യമാണ്. എ വൈൽഡ് ഡിയർ കംസ് ടു ഗ്രേസ് ഇൻ ദ പാലസ് ഗാർഡൻ, റിപ്ലൈഡ് ആദം. എ വൈൽഡ് ഡിയർ, വൈൽഡ് എന്നാൽ കാട്ടിലുള്ള മാൻ, കംസ് വരാറുണ്ട്, ടു ഗ്രേസ് മേയാൻ വേണ്ടിയിട്ട്, ഇൻ ദ പാലസ് ഗാർഡൻ കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിലേക്ക് ഒരു മാൻ വരാറുണ്ട്, റിപ്ലൈഡ് ആദം മറുപടി പറഞ്ഞു. ക്യാൻ യു ക്യാച്ച് ദാറ്റ് ഡിയർ, ആ മാനിനെ പിടിക്കാൻ നിനക്ക് സാധിക്കുമോ? ആസ്ക്ഡ് ദ അമ്യൂസ്ഡ് കിങ്,
അമ്യൂസ്ഡ് എന്നാൽ സന്തോഷഭരിതനായ എന്നുള്ള അർത്ഥമാണ്. ആസ്ക്ഡ് എന്നാൽ ചോദിച്ചു. സന്തോഷഭരിതനായ രാജാവ് ചോദിച്ചു. ഡെഫിനിറ്റ്ലി ഇഫ് ഐ ക്യാൻ ഗെറ്റ് സം ഹണി. ഡെഫിനിറ്റ്ലി തീർച്ചയായും. ഇഫ് ഐ ക്യാൻ ഗെറ്റ് സം ഹണി എനിക്ക് കുറച്ച് തേൻ ലഭിക്കുകയാണെങ്കിൽ എന്നുള്ള അർത്ഥമാണ്. എനിക്ക് കുറച്ച് തേൻ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ആ മാനിനെ പിടിക്കാൻ സാധിക്കും. ദെൻ ഐ ക്യാൻ ക്യാച്ച് ദ ഡിയർ ആൻഡ് ബ്രിങ് ഹിം ടു ദ പാലസ് റിപ്ലൈഡ് ആദം പൊളൈറ്റ്ലി. ദെൻ ശേഷം അങ്ങനെയാണെങ്കിൽ തേൻ ലഭിക്കുകയാണെങ്കിൽ ഐ ക്യാൻ ക്യാച്ച് ദ ഡിയർ എനിക്ക് ആ മാനിനെ പിടിക്കാൻ സാധിക്കും. ആൻഡ് ബ്രിങ് ഹിം അവനെ കൊണ്ടുവരാനും സാധിക്കും. ടു ദ പാലസ് കൊട്ടാരത്തിലേക്ക് അവനെ പിടിച്ചു കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും. എനിക്ക് അല്പം തേൻ ലഭിക്കുകയാണെങ്കിൽ. റിപ്ലൈഡ് ആദം മറുപടി പറഞ്ഞു. പൊളൈറ്റ്ലി എന്നാൽ മര്യാദയോടെ, വളരെ വിനയപൂർവം ആദം മറുപടി പറഞ്ഞു. ടേക്ക് ആസ് മച്ച് ആസ് ഹണി ആസ് യു നീഡ് ബട്ട് ഐ വാണ്ട് ദാറ്റ് ഡിയർ ഓർഡേർഡ് ദ കിങ്. ടേക്ക് എടുക്കുക, ആസ് മച്ച് ഹണി ആസ് യു നീഡ് എനിക്ക് എത്രത്തോളം തേൻ ആവശ്യമാണോ അത്രയും തേൻ എടുക്കുക. ബട്ട് പക്ഷേ ഐ വാണ്ട് ദാറ്റ് ഡിയർ പക്ഷേ എനിക്ക് ആ മാനിനെ വേണം. ഓർഡേർഡ് ദ കിങ് രാജാവ് ഉത്തരവിട്ടു. ദ നെക്സ്റ്റ് ഡേ ആദം ടുക്ക് ദ ഹണി ആൻഡ് സ്പ്രെഡ് ഇറ്റ് ഓൺ ദ പാച്ച് ഓഫ് ഗ്രാസ്. ദ നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം ആദം എടുത്തു ദ ഹണി തേൻ എടുത്തു ആൻഡ് സ്പ്രെഡ് എന്നിട്ട് തളിച്ചു. ഇറ്റ് ആ തേൻ ആദം പടർത്തി ഓൺ ദ പാച്ച് ഓഫ് ഗ്രാസ്. പാച്ച് എന്നാൽ ഇവിടെ പറമ്പ് എന്നുള്ള അർത്ഥമാണ്. ഗ്രാസ് എന്നാൽ പുല്ല്. ആ പുൽപ്പറമ്പിൽ അദ്ദേഹം ആ തേൻ പടർത്തി. വേർ ദ ഡിയർ യൂഷ്വലി ഗ്രേസ്ഡ്. വേർ എന്നാൽ എവിടെയാണോ അവിടെ എന്നുള്ള അർത്ഥമാണ്. ദ ഡിയർ യൂഷ്വലി ഗ്രേസ്ഡ്. യൂഷ്വലി എന്നാൽ സാധാരണയായിട്ട്, പതിവായിട്ട്. ഗ്രേസ്ഡ് ആ മാൻ മേഞ്ഞിട്ടുണ്ടായിരുന്ന സ്ഥലം എവിടെയാണോ അവിടെ, അതായത് ആ പറമ്പിൽ അദ്ദേഹം ആ തേൻ പടർത്തി. എ ലിറ്റിൽ വൈൽ ലേറ്റർ അല്പസമയത്തിന് ശേഷം ദ ഡിയർ കെയിം ആൻഡ് ബിഗാൻ ടു ഗ്രേസ് ഓൺ ദ സെയിം ഗ്രാസ് ആൻഡ് തോട്ട്. അല്പസമയത്തിന് ശേഷം ദ ഡിയർ കെയിം മാൻ വന്നു ആൻഡ് ബിഗാൻ ടു ഗ്രേസ് എന്നിട്ട് അത് പുല്ല് തിന്നാൻ ആരംഭിച്ചു. ബിഗാൻ എന്നാൽ ആരംഭിച്ചു. ടു ഗ്രേസ് പുല്ല് തിന്നാൻ. ഓൺ ദ സെയിം ഗ്രാസ് അതേ പുല്ല്, അദ്ദേഹം ആ തേൻ പടർത്തിയ അതേ പുല്ല് തിന്നാൻ ആരംഭിച്ചു. ആൻഡ് തോട്ട് അത് കഴിക്കാൻ തുടങ്ങിക്കൊണ്ട് ആലോചിച്ചു. ഓ ടുഡേ ദ ഗ്രാസ് ഈസ് വെരി സ്വീറ്റ്. ഇന്ന് ഈ പുല്ലിന് വളരെയധികം മധുരമുണ്ട്. ദ ഡിയർ എയ്റ്റ് ആ മാൻ എയ്റ്റ് എന്നാൽ തിന്നു. ടു ഹിസ് ഹാർട്ട്സ് കണ്ടൻറ്റ് എന്നാൽ തൃപ്തി വരുന്നത് വരെ എന്നുള്ള അർത്ഥമാണ്. അതിന് സന്തോഷമാകുന്നത് വരെ ആ മാൻ കഴിച്ചു. ആൻഡ് ലെഫ്റ്റ് എന്നിട്ട് അവിടം വിട്ട് പോയി. ദ നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം ദ സെയിം റുട്ടീൻ ഫോളോഡ്. അതെ, റുട്ടീൻ എന്നാൽ പതിവ്, ദിനചര്യ, നിത്യകർമ്മം ഇതൊക്കെയാണ് അർത്ഥം. ഫോളോഡ് എന്നാൽ പിന്തുടർന്നു. അതേ പതിവ് ചര്യ പിന്തുടർന്നു. ആ മാൻ അവിടെ വന്നിട്ട് ആ പുല്ല് തിന്നുന്നു എന്നിട്ട് അവിടം വിട്ട് പോകുന്നു. സൂൺ ദ ഡിയർ ബിക്കെയിം സോ ഫോണ്ട് ഓഫ് ദ ഹണി കോട്ടഡ് ഗ്രാസ്. കോട്ടഡ് എന്നാൽ പൂശിയ എന്നുള്ള അർത്ഥമാണ്. കോട്ടഡ് ഗ്രാസ്, ഹണി കോട്ടഡ് ഗ്രാസ് ആ തേൻ പൂശിയ, തേൻ പുരട്ടിയ പുല്ല്. ഫോണ്ട് ഓഫ് എന്നാൽ ഇഷ്ടമായിരിക്കുക എന്നുള്ള അർത്ഥമാണ്. ഭയങ്കര ഇഷ്ടമായിരിക്കുക. ആ മാൻ ആ പുല്ലിനോട് ഭയങ്കര ഇഷ്ടമുള്ളവനായി തീർന്നു. ദാറ്റ് ഇറ്റ് ഗ്രേസ്ഡ് നത്തിങ് ബട്ട് ദ ഹണി കോട്ടഡ് ഗ്രാസ്. ദാറ്റ് ഇറ്റ് ഗ്രേസ്ഡ് ആ മാൻ ഗ്രേസ്ഡ് മേഞ്ഞു, അതായത് ആ മാൻ തിന്നു. നത്തിങ് ഒന്നും തിന്നില്ല. ബട്ട് ദ ഹണി കോട്ടഡ് ഗ്രാസ് ആ മാൻ ആ തേൻ പൂശിയ പുല്ല് അല്ലാതെ മറ്റൊന്നും തിന്നില്ല. വൺ ഡേ ആസ് പെർ ആദംസ് പ്ലാൻ ഹി സ്റ്റോപ്ഡ് സ്പ്രെഡിങ് ഹണി ഓൺ ദ ഗ്രാസ്. വൺ ഡേ ഒരു ദിവസം ആസ് പെർ ആദംസ് പ്ലാൻ ആദമിൻ്റെ പദ്ധതി പ്രകാരം ഹി സ്റ്റോപ്ഡ് ആദം നിർത്തി. സ്പ്രെഡിങ് ഹണി ഓൺ ദ ഗ്രാസ് ആ പുല്ലിൽ തേൻ പൂശൽ, ആ തേന് തളിക്കൽ അദ്ദേഹം നിർത്തി. ദ ഡിയർ കെയിം ഫോർ ഗ്രേസിങ്.
ദ ഡിയർ കെയിം മാൻ വന്നു ഫോർ ഗ്രേസിങ് പുല്ല് തിന്നാൻ വേണ്ടി അവിടെ മേയാൻ വേണ്ടിയിട്ട് മാൻ വന്നു. ബട്ട് പക്ഷേ കുഡ് നോട്ട് ഫൈൻഡ് കണ്ടെത്താൻ സാധിച്ചില്ല എനി ഹണി കോട്ടഡ് ഗ്രാസ് ഒരു തേൻ പൂശിയ പുല്ല് പോലും ആ മാനിന് കണ്ടെത്താൻ പക്ഷേ സാധിച്ചില്ല. കുഡ് നോട്ട് എന്നാൽ സാധിച്ചില്ല, ഫൈൻഡ് എന്നാൽ കണ്ടെത്തുക. കുഡ് നോട്ട് ഫൈൻഡ് കണ്ടെത്താൻ സാധിച്ചില്ല. ദ ഡിയർ സേർച്ച്ഡ് ദ ഹോൾ ഗാർഡൻ. ദ ഡിയർ മാൻ സേർച്ച്ഡ് തിരഞ്ഞു. ദ ഹോൾ ഗാർഡൻ ഹോൾ എന്നാൽ മുഴുവനായും ആ പൂന്തോട്ടം മുഴുവനായിട്ടും ആ മാൻ തിരഞ്ഞു. ബട്ട് കുഡ് നോട്ട് ഫൈൻഡ് ദ ഹണി കോട്ടഡ് ഗ്രാസ് എനിവേർ. ബട്ട് പക്ഷേ എല്ലായിടത്തും മാൻ തിരഞ്ഞു. ബട്ട് പക്ഷേ കുഡ് നോട്ട് ഫൈൻഡ് കണ്ടെത്താൻ സാധിച്ചില്ല ദ ഹണി കോട്ടഡ് ഗ്രാസ് ആ തേൻ പൂശിയിട്ടുള്ള പുല്ല് കണ്ടെത്താൻ സാധിച്ചില്ല. എനിവേർ എന്നാൽ ഒരിടത്തും എന്നുള്ള അർത്ഥമാണ്. ഒരിടത്തു പോലും ആ തേൻ പൂശിയ പുല്ല് കണ്ടെത്താൻ ആ മാനിന് സാധിച്ചില്ല. നൗ ആദം മെയ്ഡ് ഹിസ് നെക്സ്റ്റ് മൂവ് ആൻഡ് ഓഫേർഡ് ഹണി കോട്ടഡ് ഗ്രാസ് ടു ദ ഡിയർ. Now Adam made his next move and offered honey coated grass to the deer. Now ഇപ്പോൾ ആദം ഉണ്ടാക്കി തയ്യാറാക്കി ഹിസ് നെക്സ്റ്റ് മൂവ് എന്നാൽ ഇവിടെ കരുനീക്കം എന്നുള്ള അർത്ഥമാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത കരുനീക്കം ഉണ്ടാക്കി ആൻഡ് ഓഫേർഡ് എന്നിട്ട് നൽകി ഹണി കോട്ടഡ് ഗ്രാസ് ആ തേൻ പൂശിയ പുല്ല് നൽകി ടു ദ ഡിയർ മാനിന് തേൻ പുരട്ടിയ പുല്ല് അദ്ദേഹം നൽകി. ബ്ലൈൻഡഡ് ബൈ ഡിസയർ എന്നാൽ ആഗ്രഹം, മോഹം. ബ്ലൈൻഡഡ് എന്നാൽ ഇവിടെ വകതിരിവില്ലാത്ത എന്നുള്ള അർത്ഥമാണ്. വകതിരിവില്ലാതെ, വിവേകശൂന്യമായി, കണ്ണു കാണാതെ, ഇതൊക്കെയാണ് അർത്ഥം. ബൈ ഡിസയർ മോഹം കൊണ്ട് വകതിരിവില്ലാതെ വിവേകശൂന്യനായിക്കൊണ്ട് ദ ഡിയർ മാൻ വെൻറ്റ് ക്ലോസ് അടുത്തേക്ക് പോയി. വെൻറ്റ് ക്ലോസ് എന്നാൽ അടുത്തേക്ക് പോയി. ടു ആദമിൻ്റെ അടുത്തേക്ക് പോയി. ആൻഡ് എയ്റ്റ് എന്നിട്ട് ഭക്ഷിച്ചു ദ ഗ്രാസ് ആ പുല്ല് ഭക്ഷിച്ചു. ഫ്രം ദെൻ ഓൺ അന്ന് മുതൽ തൊട്ട് ഇറ്റ് ബിക്കെയിം അത് ആയിത്തീർന്നു ദ ഡിയേഴ്സ് ജോയ് എന്നാൽ സന്തോഷം, ആ മാനിൻ്റെ സന്തോഷമായി തീർന്നു, അതിൻ്റെ ആനന്ദമായി തീർന്നു. ടു ഗ്രേസ് ദ ഹണി കോട്ടഡ് ഗ്രാസ് ആ പുല്ല് തേൻ പൂശിയ പുല്ല് ഭക്ഷിക്കുക എന്നുള്ളത് ആ മാനിൻ്റെ ഒരു സന്തോഷമുള്ള കാര്യമായി മാറി. എവരി ഡേ ഫ്രം ആദംസ് ഹാൻഡ്. എവരി ഡേ എന്നാൽ എല്ലാ ദിവസവും. ഫ്രം ആദംസ് ഹാൻഡ്സ് എന്നാൽ ആദമിൻ്റെ കൈകളിൽ നിന്നും. ഫ്രം ആദമിൻ്റെ കൈകളിൽ നിന്നും എല്ലാ ദിവസവും ആ തേൻ പൂശിയ പുല്ല് തിന്നുക എന്നുള്ളത് ആ മാനിൻ്റെ ഒരു ജോയ് ആസ്വാദനമായിട്ട് ആയിത്തീർന്നു, ആസ്വാദനമായിട്ട് മാറി. വൺ ഡേ ഒരു ദിവസം വൈൽ ഫീഡിങ് ദ ഗ്രാസ് പുല്ല് നൽകുന്നതിനിടെ ആദം നയിച്ചു. ലീഡ് എന്നാൽ നയിക്കുക, അതിൻ്റെ പാസ്റ്റാണ് ലെഡ്, നയിച്ചു. ദ ഡിയർ ആ മാനിനെ നയിച്ചു. ഇൻസൈഡ് ദ പാലസ് രാജകൊട്ടാരത്തിനകത്തേക്ക് ഒരു ദിവസം അദ്ദേഹം ആ മാനിനെ നയിച്ചു പുല്ല് തീറ്റിക്കുന്നതിനിടെ. അറ്റ് വൺസ് ആദം ക്ലോസ്ഡ് ഓൾ ദ ഡോർസ്. അറ്റ് വൺസ് എന്നാൽ ഉടനെ എന്നുള്ള അർത്ഥമാണ്. ഉടനെ തന്നെ, അറ്റ് വൺസ് ഉടനെ. ആദം ക്ലോസ്ഡ് ആദം അടച്ചു. ഓൾ ദ ഡോർസ് എല്ലാ വാതിലുകളും ആദം അടച്ചു. ദ ഡിയർ റിയലൈസ്ഡ് ദാറ്റ് ഹി ഹാഡ് ബീൻ ട്രാപ്ഡ്. ദ ഡിയർ റിയലൈസ്ഡ് ആ മാനിന് മനസ്സിലായി, ബോധ്യമായി. റിയലൈസ് എന്നാൽ ബോധ്യമാകുക. റിയലൈസ്ഡ് ബോധ്യമായി. ദാറ്റ് ഹി ഹാഡ് ബീൻ ട്രാപ്ഡ് അവൻ കെണിയിൽ അകപ്പെട്ടിട്ടുണ്ടായിരുന്നു, അവൻ കെണിയിൽ അകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ആ മാനിന് ബോധ്യമായി. ഇറ്റ് റാൻ വൈൽഡ്ലി ടു എസ്കേപ്പ്. റാൻ എന്നാൽ ഓടി. ഇറ്റ് റാൻ അത് ആ മാൻ റാൻ ഓടി. വൈൽഡ്ലി എന്നാൽ സംഭ്രമത്തോടെ ഓടി. ടു എസ്കേപ്പ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ മാൻ സംഭ്രമത്തോടെ ഓടി. ബട്ട് പക്ഷേ ഇറ്റ് വാസ് ടു ലേറ്റ് പക്ഷേ അത് വളരെ വൈകിപ്പോയിരുന്നു. The king was surprised to see what was happening. The king was surprised. രാജാവ് ആശ്ചര്യപ്പെട്ടു. To see കണ്ട്. What was happening എന്താണോ സംഭവിക്കുന്നത് അത് കണ്ട് രാജാവ് ആശ്ചര്യപ്പെട്ടു.
ദ കിങ് വാസ് വെൽ അവെയർ ഓഫ് ദ ഫാക്ട് ദാറ്റ് ദ ഡിയർ. അവെയർ എന്നാൽ ബോധമുള്ള എന്നുള്ള അർത്ഥമാണ്. ദ കിങ് വാസ് വെൽ അവെയർ, രാജാവ് വളരെയധികം ബോധമുള്ളവനായിരുന്നു, അറിവുള്ളവനായിരുന്നു. ഓഫ് ദ ഫാക്ട് ദാറ്റ് ദ ഡിയർ, ഫാക്ട് എന്നാൽ സത്യം, ആ സംഭവത്തെ ആ സത്യത്തെ പറ്റിയിട്ട് രാജാവ് വളരെയധികം ബോധ്യമുള്ളവനായിരുന്നു. ദാറ്റ് ദ ഡിയർ എന്താണത്, ആ മാൻ. ഇതിനെ പറ്റിയിട്ടായിരുന്നു രാജാവിന് വളരെയധികം ബോധമുണ്ടായിരുന്നത്, അറിവുണ്ടായിരുന്നത്. നേച്ചർ എന്നാൽ പ്രകൃതി, സ്വഭാവം, ഇതൊക്കെയാണ് അർത്ഥം. ബൈ നേച്ചർ, പ്രകൃതം കൊണ്ട്, അതിൻ്റെ ആ മാനിൻ്റെ സ്വഭാവം അനുസരിച്ച്. ടിമിഡ് എന്നാൽ ധൈര്യമില്ലാത്ത എന്നുള്ള അർത്ഥമാണ്. ഭീരുവായ, ഇതൊക്കെയാണ് അർത്ഥം. ഈസ് എ ടിമിഡ്, ഒരു ഭീരുവായിട്ടുള്ള. ആൻഡ് ഫ്രൈറ്റ്ഫുൾ എന്നാൽ ഭയാനകമായ, ഭയമുള്ള ഒരു അനിമൽ, ഒരു ജീവിയാണ്. ആൻഡ് നെവർ ബിഫ്രണ്ട്സ് ഹ്യൂമൻസ്. ബിഫ്രണ്ട് എന്നാൽ സുഹൃത്താകുക എന്നുള്ള അർത്ഥം. ഹ്യൂമൻസ് എന്നാൽ മനുഷ്യരുമായിട്ട് എന്താണ്, സുഹൃത്ത് ബന്ധം സ്ഥാപിക്കാത്ത, ഒരിക്കലും സുഹൃത്ത് ബന്ധം സ്ഥാപിക്കാത്ത, അതുപോലെ ഭയമുള്ളതും എന്താണ്, ഭീരുവായിട്ടുള്ള ഒരു മൃഗമാണ് മാൻ എന്നത് രാജാവിന് അറിവുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ട് രാജാവിന് നല്ല പോലെ അറിവുണ്ടായിരുന്നു. ഹവവർ എന്നാൽ ദിസ് ഡിയർ, ഈ മാൻ വാസ് ടെംപ്റ്റഡ്. ടെംപ്റ്റ് എന്നാൽ ആകർഷിക്കുക എന്നുള്ള അർത്ഥമാണ്. ദ ഡിയർ വാസ് ടെംപ്റ്റഡ്, ആ മാൻ ആകർഷിച്ചു, ആ മാനിനെ ആകർഷിച്ചു. ബൈ ദ ഡെലിഷ്യസ് ഹണി, ഡെലിഷ്യസ് എന്നാൽ രുചികരമായിട്ടുള്ള, ഹണി കോട്ടഡ് ഗ്രാസ്, ആ രുചികരമായിട്ടുള്ള തേൻ പൂശിയ പുല്ല്, ആ പുല്ല് എന്താണ്, ആ മാനിനെ വശീകരിച്ചു അല്ലെങ്കിൽ പ്രലോഭിപ്പിച്ചു. ആൻഡ് ഫോർഗോട്ട്, അത് മറന്നു. ഫോർഗോട്ട് എന്നാൽ മറന്നു. ഇറ്റ്സ്, അതിൻ്റെ. ഇൻസ്റ്റിങ്സ് എന്നാൽ ജന്തുധർമ്മം, ജവാസന, അന്തർജ്ഞാനം, ഇതൊക്കെയാണ് അർത്ഥം. ഇൻസ്റ്റിങ്സ് അതിൻ്റെ അന്തർജ്ഞാനങ്ങൾ, അവബോധങ്ങൾ എന്താണ്, അത് മറന്നു. ആൻഡ് അങ്ങനെ അത് മറന്നുകൊണ്ട്. ഫെൽ വീണു. ഫോർ ദ ട്രാപ്പ് എന്താണ്, അത് കെണിയിൽ, അതിൻ്റെ കെണിയിൽ വീണു. ദ കിങ് സെഡ്, രാജാവ് പറഞ്ഞു. ദ ടെംപ്റ്റേഷൻ ഓഫ് ദ ടങ്, ടെംപ്റ്റേഷൻ എന്നാൽ പ്രലോഭനം. ദ ടെംപ്റ്റേഷൻ ഓഫ് ദ ടങ്, നാവിൻ്റെ പ്രലോഭനം. ക്യാൻ എന്നാൽ സാധിക്കും, നാവിൻ്റെ പ്രലോഭനത്തിന് സാധിക്കും. പെരിലസ് എന്നാൽ അർത്ഥം ആപൽക്കരമായ, അപകടകരമായ, ഇതൊക്കെയാണ് അർത്ഥം. നാവിൻ്റെ മോഹം അപകടകരമായതാണ്. നാവിൻ്റെ മോഹം എന്താണ്, അപകടത്തിലേക്ക് നയിച്ചേക്കും. ദിസ് ഡിയർ ഹാസ് ഗിവൺ മീ ആൻ ഇൻവാല്യുബിൾ ലെസൺ. സെറ്റ് ഹിം ഫ്രീ, ഈ മാൻ എനിക്ക് നൽകിയിട്ടുണ്ട്. ഇൻവാല്യുബിൾ എന്നതിൻ്റെ അർത്ഥം അമൂല്യമായ, വിലമതിക്കാനാവാത്ത, വിലയേറിയ, ഇതൊക്കെയാണ് അർത്ഥം. ലെസൺ എന്നാൽ പാഠം. ഈ മാൻ എനിക്ക് വിലമതിക്കാനാവാത്ത, വിലയേറിയ ഒരു പാഠം നൽകിയിട്ടുണ്ട്. സെറ്റ് ഹിം ഫ്രീ, സെറ്റ് ഫ്രീ എന്നാൽ അയച്ചുവിടുക, സ്വതന്ത്രമാക്കുക, ഇതൊക്കെയാണ് അർത്ഥം. സെറ്റ് ഹിം ഫ്രീ, അവനെ സ്വതന്ത്രമാക്കുക. സേയിങ് സോ, അങ്ങനെ പറഞ്ഞുകൊണ്ട്. ദ കിങ് റിട്ടേൺഡ്, രാജാവ് തിരിച്ചു പോയി. ടു ഹിസ് ചേംബർ, അങ്ങനെ പറഞ്ഞുകൊണ്ട് രാജാവ് രാജാവിൻ്റെ സ്വകാര്യ മുറിയിലേക്ക് തിരിച്ചുപോയി.